ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും മറ്റു മാധ്യമങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. സോ ആരാണ് ഇദ്ദേഹം? എന്താണ് ഇദ്ദേഹം ചെയ്തത്? എന്താണ് ഇദ്ദേഹത്തിന്റെ റോൾ? സോ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. 400 സീറ്റ് എന്ന അതിമോഹവുമായി ജൂൺ 4 പ്രധാനമന്ത്രി ഉറക്കമുണർന്നപ്പോൾ ഒരിക്കലും കരുതാത്ത വിധിയായിരുന്നു വോട്ടർമാർ നൽകിയത്. NDA ഭൂരിപക്ഷമെന്ന മാന്ത്രിക നമ്പർ കടന്നത് തന്നെ കിതച്ചുകൊണ്ടായിരുന്നു. എന്നാൽ റിസൾട്ടിന് ശേഷം മോദി സർക്കാരിനെ ആഴത്തിൽ ചിന്തിപ്പിച്ച ഒരു പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടു. അതും ഒരു ഒറ്റ വരിയിൽ തീർത്ത പോസ്റ്റ്. അത് ഇങ്ങനെയായിരുന്നു: സാധാരണക്കാരുടെ ശക്തിയെ ഒരിക്കലും വില കുറച്ച് കാണരുത്. ഈ ഒരു വരിയുടെ മൂർച്ചയാണെങ്കിൽ വളരെ വലുതുമായിരുന്നു. ഇത് കുറിച്ചതാവട്ടെ ഒരു 29കാരനും. രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയെയും സമ്പദ് വ്യവസ്ഥയെയും ഏകാധിപത്യത്തിലേക്കുള്ള പോക്കുകളെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അതെ, ഇന്ത്യയുടെ ധീരശക്തനായ ധ്രുവ് റാട്ടി, ഇന്ത്യയുടെ ഒറ്റയാൾ പ്രതിപക്ഷ മുഖം. കേവലം ഒരു ടീഷർട്ട് ധരിച്ചുകൊണ്ട് തന്റെ പ്രസന്നമായ മുഖത്തോടെ ലളിതമായ ഹിന്ദിയിൽ നമസ്കാർ ദോസ്തവും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങി. മോദിയുടെ അനുകൂല എക്സിപ്പോൾ അങ്ങനെ ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്നപ്പോൾ ധ്രുവിഡ് ചോദിച്ചത് ഇതായിരുന്നു: എക്സിപ്പോ തട്ടിപ്പ് അന്വേഷിക്കണം. ഓഹരി വിപണിയിൽ കൃത്യം കാണിക്കാനാണോ ഇവർ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്? അതോ ഇതെല്ലാം ചെയ്യാൻ മറ്റാരെങ്കിലും അവരെ ഭീഷണിപ്പെടുത്തിയോ? ഇതായിരുന്നു ധ്രുവിഡിന്റെ ഒരു പോസ്റ്റർ. എന്നാൽ ഇത് രാജ്യം ഏറ്റെടുത്തു. വെറുപ്പും മുസ്ലിം വിദ്വേഷവും മാത്രം പ്രസംഗിച്ച് നടക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ ധ്രുവിഡ് പറഞ്ഞ ഓരോ വാക്കുകളും ഇന്ത്യൻ ജനപക്ഷത്തിന്റെ നാവുകളായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ സിംഹഭാഗം ജനങ്ങളും ഇപ്പോൾ ധ്രുവിഡ് റാട്ടിയോട് കടപ്പെട്ടിരിക്കുന്നു.